അഴിമതിയും അക്രമവും നിറഞ്ഞ വ്യാജമായിട്ടുള്ള ഗൂഢമായിട്ടുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ ജീവിക്കുന്ന ദൈവമക്കളായിരിക്കുന്ന നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ 2 വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അനന്യാസ്, സഫീറ. ഇവിടെ ആ വാക്യം ഇങ്ങനെയാണ്: അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? ഇവിടെ അനന്യാസ്, സഫീറ ദമ്പതികൾ നിലം വിൽക്കുകയും വിറ്റത്തിൽ നിന്നും കുറച്ചു ഭാഗം എടുത്ത് ദൈവത്തിന് ഹിതമല്ലാത്ത രീതിയിൽ അത് മാറ്റിവെക്കുകയും തുടർന്നും ബാക്കിയുള്ള ഭാഗം അവിടെ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ സമർപ്പിക്കുകയും ചെയ്തതായിട്ടും വചനം പഠിപ്പിക്കുന്നു. ഇവിടെ ഈ പ്രവൃത്തിയിലൂടെ അവർ ചെയ്തത് ദൈവത്തിന് അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവിനെതിരായിട്ട് അവർ വ്യാജം പ്രവർത്തിക്കുകയത്രയും ചെയ്തത്. നാം ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിലും സമ്പത്തും മറ്റു കാര്യാദികളും കടന്നു വരുമ്പോൾ നാം സ്വയം മറന്ന് ദൈവത്തിന് വിരോധമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം ഒരിക്കലും ദൈവത്തിന് വിരോധമായിട്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുവാനായിട്ട് പാടില്ല. എന്തെന്നാൽ പരിശുദ്ധാത്മാവിന് എതിരായിട്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ദൈവം ഒരിക്കലും ക്ഷമിക്കുകയില്ല. ഇവിടെ എഫേസ്യർക്കെഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വ്യക്തമാക്കുകയാണ്: ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നന്നായി എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഒരിക്കലും ദുഃഖിപ്പിക്കുവാൻ പാടില്ല എന്ന് വചനം പഠിപ്പിക്കുന്നു. നാം ശ്രദ്ധിക്കുക, അവിടെ ദൈവഹിതമല്ലാത്ത രീതിയിൽ നാം ചെയ്യുന്ന പ്രവൃത്തികൾ, പ്രത്യേകിച്ച് ദൈവമക്കളായിരിക്കുന്ന നാം ചെയ്യുന്ന പ്രവൃത്തികൾ, അതൊരിക്കലും ദൈവത്തിന് ക്ഷമിക്കുവാൻ സാധ്യമല്ല. നാം ദൈവമാർഗത്തെ അറിഞ്ഞിട്ടും മനഃപൂർവ്വമായിട്ട് ചെയ്യുന്ന പാപങ്ങൾ അതൊരിക്കലും ദൈവം ക്ഷമിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കുക. ഇവിടെ ഇസ്രായേൽ ജനം അപ്രകാരം യാത്ര ചെയ്ത ഒരു അനുഭവത്തെ കാണാനായിട്ട് സാധിക്കുന്നു. അവർ പൂർണ്ണമായിട്ടും ദൈവത്തെ തള്ളിക്കളയുകയും ദൈവത്തിന് വിരോധമായിട്ട് പ്രവർത്തിക്കുകയും ദൈവത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അവർ സ്വന്തം ജനമാണ്, ദൈവത്തെ അറിഞ്ഞ വ്യക്തികളാണ്, എങ്കിലും ദൈവത്തിന് വിരോധമായിട്ട് സംസാരിച്ചു. അതിന്റെ ഒരു പ്രതിഫലം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 95-ാമത്തെ സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു, ആ തലമുറയിൽപ്പെട്ട ആർക്കും തന്നെ കനാൻ ദേശം അല്ലെങ്കിൽ സ്വസ്ഥത എന്ന ഒരു വാക്കാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. കനാൻ ദേശം അവകാശമാക്കുവാൻ കഴിഞ്ഞില്ല എന്നതാണ്. അവർ 40 വർഷത്തോളം മരുഭൂമിയിൽ അലഞ്ഞു നടന്നതായിട്ട് വചനം പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില നന്മകളും നമ്മുടെ ജീവിതത്തിൽ വരുവാനുള്ള കാര്യാദികളും എല്ലാം അതിനൊരു തടസ്സം നേരിടുന്നത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നാം ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. നാം ശ്രദ്ധിക്കുക, ഒരിക്കലും ദൈവത്തിന് വിരോധമായിട്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് വിരോധമായിട്ട് വ്യാജം പ്രവർത്തിക്കരുത്.